A very good afternoon to all of you. So, നമ്മൾ പ്രാക്ടിക്കൽ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ കുറിച്ച് പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഏതൊക്കെ റീജിയനിലാണ് വാട്ട് ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഈസ് അണ്ടർഗോയിങ്. മൈക്രോവേവ് റീജിയനിലാണെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇൻഫ്രാറെഡ് റീജിയനിലാണെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ് അവിടെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. നൗ നമുക്കറിയാം സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്. സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെക്ട്രം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രോമീറ്റർ നമ്മൾ ഫിസിക്സ് ലാബിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട്. ഈ സ്പെക്ട്രോമീറ്ററിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട് അല്ലേ, ഒരു ലൈറ്റ് സോഴ്സ്, പിന്നെ ഒരു സാമ്പിൾ ഉണ്ട്. നമ്മൾ ഗ്രേറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രിസോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൈറ്റ് സോഴ്സ് വെക്കും, പിന്നെ പ്രിസം ടേബിളിന് നമ്മുടെ സാമ്പിൾ, പ്രിസം ഈസ് എ സാമ്പിൾ, ദെൻ യു ഹാവ് എ ഡിറ്റക്ടർ. നമ്മൾ ടെലസ്കോപ്പ് വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് പ്രിസം ആണെങ്കിൽ യൂസ് ചെയ്യുന്ന വി വിൽ ഗെറ്റ് വിസിബിൾ റീജിയനിലുള്ള വിബ്ജിയോർ സീക്വൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ സ്പെക്ട്രോമീറ്റർ അവിടെ നിന്ന് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് റീജിയൻസ് ഒക്കെ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പെക്ട്രോമീറ്റർ. ഇൻ എ സിമിലർ വേ, practical spectroscopy, when we come on to practical spectroscopy, there are plenty of applications for the spectrometer. One of the application, the project which I did was in my post graduation. I have done my project from NIT calicut. There I have done cavity enhanced absorption spectrometer. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് IBBCAS എന്നായിരുന്നു. അത് ഇൻകോഹറൻറ്റ് ബ്രോഡ്ബാൻഡ് കാവിറ്റി എൻഹാൻസ്ഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സ്പെക്ട്രോമീറ്റർ കാണാമല്ലോ. അപ്പോൾ ഈ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് എന്താണ് ചെയ്തത്? CAS എന്ന ഈ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് വാട്ട് ഐ ഹാവ് ഡൺ വാസ്, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ട്രേസ് ഗ്യാസസ് ഉണ്ടാവും അല്ലേ. നൈട്രജൻ, അറ്റ്മോസ്ഫിയറിൽ ദർ ആർ പ്ലെൻറ്റി ഓഫ് ഗ്യാസസ്. ഏതൊക്കെയാണ് ഗ്യാസ്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ട്രേസ് ഗ്യാസസ് കുറഞ്ഞ എമൗണ്ടിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ട്രയോക്സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വെഹിക്കുലർ പൊല്യൂട്ടൻസ്, എയറോസോൾ പൊല്യൂട്ടൻസ് ഉണ്ട്. അങ്ങനെ ദർ ആർ ട്രേസ് ഗ്യാസസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ CAS എന്ന സെറ്റപ്പ്, ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ എന്ന് വെച്ച സെറ്റപ്പ് വഴി ഐ ഹാവ് ഫൗണ്ട് സം ഓഫ് ദ ട്രേസ് ഗ്യാസസ് യൂസിങ് എ ക്യാവിറ്റി. ഐ ഹാവ് ഫൗണ്ട് ട്രേസ് ഗ്യാസസ് പ്രസൻറ്റ് ഇൻ ദ ക്യാവിറ്റി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ, നിങ്ങൾ നിൽക്കുന്ന റീജിയനിൽ അവിടെ എത്രയാണ് ഓരോ ഗ്യാസിൻ്റെ അളവ് ഒക്കെ നിങ്ങൾക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെക്ട്രോമീറ്റർ ഐ മസ്റ്റ് സേ യു ക്യാൻ ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ സ്പെക്ട്രോമീറ്റർ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ഫീൽഡ് ഓഫ് പ്രാക്ടിക്കൽ സ്പെക്ട്രോസ്കോപ്പി. സോ വി ഹാവ് സീൻ, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ദർ ആർ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഏതൊക്കെയായിരുന്നു? ഗാമ റേ ഉണ്ട്, എക്സ് റേ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, വിസിബിൾ ഉണ്ട്. അങ്ങനെ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓർ ഇൻക്രീസിങ് വേവ് ലെങ്ത് ഓർ ഡിക്രീസിങ് ഫ്രീക്വൻസി. അപ്പം ഈ ഓരോ റീജിയനിലും യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോമീറ്റർ. ഈ ഓരോ പർട്ടിക്കുലർ റീജിയനിലും യു ക്യാൻ use various types of spectrometers. The different types of spectrometer are classified as absorption spectrometer അതുപോലെ തന്നെ emission spectrometer. These are the two types of examples or two examples for different types of spectrometer that are used in spectroscopy. അപ്പോൾ നമുക്കറിയാം സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ ഒരു സാമ്പിളിൽ എത്രത്തോളം ലൈറ്റ് അബ്സോർബ് ചെയ്തു
അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റ് എമിറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണെന്ത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പീനെ അല്ലെങ്കിൽ സ്പെക്ട്രോമീറ്ററിനെ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ ആയിട്ടും എമിഷൻ സ്പെക്ട്രോമീറ്റർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വി ഹാവ് ടു സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ, അതുപോലെ തന്നെ എമിഷൻ സ്പെക്ട്രോമീറ്ററിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സോ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ യു ക്യാൻ സീ there are basically two types. രണ്ട് വിധത്തിലുള്ള അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ ആണുള്ളത്. ഒന്ന്, നമുക്ക് ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ ഇൻഫ്രാറെഡ് വിസിബിൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റീജിയനിൽ ഒരു സെറ്റ് ഓഫ് അറേഞ്ച്മെൻറ്റിൽ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യാം. ഓർ മൈക്രോവേവ് റേഡിയോ ഫ്രീക്വൻസി റീജിയനിൽ വേറൊരു അറേഞ്ച്മെൻറ്റിൽ നമ്മളുടെ കമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് യു ക്യാൻ അനലൈസ് ദ സ്പെക്ട്രം വിത്ത് ദ ഹെൽപ്പ് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ സ്കിമാറ്റിക് ഓർ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ, അതുപോലെ തന്നെ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എമിഷൻ സ്പെക്ട്രോമീറ്റർ. ഫസ്റ്റ് നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററിനെ കുറിച്ച് നോക്കാം. അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ, ആസ് ഐ ഹാവ് സെഡ്, ഇൻഫ്രാറെഡ് വിസിബിൾ ആൻഡ് അൾട്രാ വയലറ്റ് റീജിയനിൽ ഒരു പ്രത്യേക തരത്തിലാണ് നമ്മുടെ കമ്പോണൻസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി അത് മൈക്രോവേവ് ആവട്ടെ റേഡിയോ ഫ്രീക്വൻസി ആവട്ടെ അവിടെയും ഒരു പ്രത്യേക വിധത്തിലാണ് നമ്മുടെ കമ്പോണൻസ് ഫിക്സ് ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് യു ക്യാൻ അനലൈസ്. നമുക്ക് ആ സ്പെക്ട്രം നമ്മൾ ഗ്രേറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ പ്രിസം ആവട്ടെ പ്രിസം ചെയ്തപ്പോൾ നമുക്കൊരു സ്പെക്ട്രമാണ് കിട്ടിയത്. എന്ത് സ്പെക്ട്രം? വിബ്ജിയോർ സ്പെക്ട്രമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് സ്പെക്ട്രം കിട്ടും. അപ്പം ഈ സ്പെക്ട്രത്തിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്രാറെഡ് വിസിബിൾ ആൻഡ് അൾട്രാ വയലറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദ ഫസ്റ്റ് സ്കിമാറ്റിക് സ്കെച്ച്. സെക്കൻഡ് സ്കിമാറ്റിക് സ്കെച്ച് എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനിലോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി റീജിയനിലോ നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റീജിയനിൽ ഉൾപ്പെടുന്ന മൈക്രോവേവോ അല്ലെങ്കിൽ നമ്മളുടെ റേഡിയോ ഫ്രീക്വൻസി റീജിയനിലോ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റ് വൈസ് അറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സ്പെക്ട്രം കിട്ടും. ഈ സ്പെക്ട്രം പഠിച്ചാൽ നമുക്ക് എന്താണോ നമ്മളുടെ ടാസ്ക് അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററിൽ ഫസ്റ്റ് വൺ, ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് വിസിബിൾ UV ലൈറ്റ് റീജിയനിലാണ് നമ്മൾ ഈ സ്കിമാറ്റിക് സ്കെച്ച് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കമ്പോണൻസ് എന്ന് നോക്കാം. യു ഹാവ് എ സോഴ്സ്, ലൈറ്റിൻ്റെ സോഴ്സ് ഉണ്ട്. വൈറ്റ് സോഴ്സ് ആണ് നമ്മുടെ ലൈറ്റ് സോഴ്സ്. ദെൻ യു ഹാവ് എ സാമ്പിൾ, ഒരു സാമ്പിൾ ഉണ്ട്. ദെൻ യു ഹാവ് മോഡുലേറ്റർ. The next component is analyzer. The other component is detector. Detector is connected to a computer, and analyzer and computer is further connected to a scanning device. Okay, അപ്പോൾ ഇതാണ് the block diagram എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പ്രിസത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. അവിടെ നമ്മൾ വൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? മെർക്യൂറി വേപ്പർ ലാമ്പ് വൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തു. പിന്നെ നമ്മളുടെ സാമ്പിൾ പ്രിസം ടേബിളത്തിൽ വെച്ചു. ദെൻ നമുക്ക് എന്താണുള്ളത്? നമ്മളുടെ ടെലസ്കോപ്പ് വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റക്ടറായ ടെലസ്കോപ്പിൽ നമുക്കൊരു സ്പെക്ട്രം കിട്ടും. സോ ദിസ് ഹോൾ വർക്കിംഗ് ഈസ് ദ സ്കിമാറ്റിക് ഐഡിയ ഓഫ് നമ്മുടെ സ്പെക്ട്രോമീറ്റർ. ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രാക്ടിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ലാബുകളിലൊക്കെ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹിയർ അഗെയിൻ വൈറ്റ് സോഴ്സ്. യൂഷ്വലി നമ്മൾ ലാബുകളിലൊക്കെ ചെയ്യുമ്പോൾ മെർക്യൂറി വേപ്പർ ലാമ്പിനൊക്കെ പകരം വൈറ്റ് സോഴ്സ് ആയിട്ട് LED ലൈറ്റോ ലേസർ ലൈറ്റോ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. LED ലൈറ്റാണ് പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് വരാറില്ല. വൈറ്റ് സോഴ്സ് ഉണ്ട്. സാമ്പിൾ സപ്പോസ് ഞാൻ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറഞ്ഞതുപോലെ ഞാൻ നിൽക്കുന്ന റൂമിലുള്ള
അല്ലെങ്കിൽ സപ്പോസ് ഐ എം സ്റ്റാൻഡിങ് ഇൻ കാലിക്കറ്റ് പാളയം ബസ് സ്റ്റോപ്പ്. പാളയം ബസ് സ്റ്റോപ്പിൽ ന്യൂമറസ് പൊല്യൂട്ടിങ് ഏജൻസ് ആർ ദർ അല്ലേ. ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ എനിക്കെന്താണ് അവിടെയുള്ള നൈട്രജൻ ഡയോക്സൈഡ് CO നമ്മളുടെ വെഹിക്കുലർ കാർബൺ മോണോക്സൈഡൊക്കെ ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത് അവിടെയുള്ള എയറാണ്, ആ ഗ്യാസാണ്. സോ ഞാൻ ലാബിലൊക്കെ ചെയ്യുമ്പോൾ വാട്ട് ഐ വിൽ ഡു, ഞാനൊരു ക്യാവിറ്റി, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ക്യാവിറ്റി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്യാസസ് ലൈക്ക് കാർബൺ മോണോക്സൈഡോ കാർബൺ ഡയോക്സൈഡോ നൈട്രജനൊക്കെ എനിക്ക് പാസ് ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത്, ആ ഗ്യാസാണ് എൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഐ ഹാവ് എ മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി നടക്കണമെങ്കിൽ നമ്മളുടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം ദ സോഴ്സ് ഷുഡ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ എ റെഗുലർ പാറ്റേൺ. ഒരു റെഗുലർ പാറ്റേണിൽ നമ്മളുടെ വൈറ്റ് ലൈറ്റ് സോഴ്സ് എന്താണോ ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞ് നടന്നുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതാണ് ആ മോഡുലേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യു ഹാവ് എൻ അനലൈസർ. ഈ അനലൈസർ നമ്മൾ സാമ്പിളിലൂടെ ലൈറ്റ് പാസ് ചെയ്തു, മോഡുലേറ്റ് ചെയ്തു. പിന്നെ അനലൈസർ നമ്മൾ യൂഷ്വലി അനലൈസർ നിങ്ങളുടെ ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, പോളറൈസറും അതുപോലെ തന്നെ അനലൈസർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പോളറൈസേഷൻ ആണ് നടക്കുന്നതെങ്കിൽ ആ പോളറൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് അത് നടന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അനലൈസർ യൂസ് ചെയ്യണം. സോ അനലൈസർ നമ്മൾ ബേസിക്കലി ലെൻസസൊക്കെ ആണ് യൂസ് ചെയ്യാറ്. ഈ അനലൈസർ വെച്ചിട്ട് നമുക്ക് ഏകദേശം അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഏതൊരു പർട്ടിക്കുലർ ആംഗിളിലാണ് നമുക്ക് കറക്റ്റ് ഇൻറ്റൻസിറ്റി കിട്ടുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനലൈസർ യൂസ് ചെയ്യുന്നത്. ദെൻ യു ഹാവ് എ ഡിറ്റക്ടർ. നമ്മളുടെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആവാം, ഒരു സോഫ്റ്റ്വെയർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വൈറ്റ് സോഴ്സിൽ നിന്ന് സാമ്പിളിലൂടെ എത്രത്തോളം അബ്സോർപ്ഷൻ നടന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിറ്റക്ടർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. പിന്നെ നമ്മളത് ആ ഡാറ്റാസൊക്കെ പഠിച്ചു. ദർ വിൽ ബി സ്റ്റാൻഡേർഡ് ഡാറ്റ ഉണ്ടാവും. അതും നമുക്ക് കിട്ടിയ ഡാറ്റേഴ്സൊക്കെ കമ്പയർ ചെയ്യാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് നമുക്ക് എന്താണ് ഈ കിട്ടിയ ഡാറ്റാസിനെ ഒരു പ്ലോട്ടൊക്കെ ആക്കിയിട്ട് വരച്ച് സ്കാൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദ സ്കീമാറ്റിക് സ്കെച്ച് ഓഫ് എ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ്, വിസിബിൾ ആൻഡ് അൾട്രാ വയലറ്റ് റീജിയനിലാണ് മെയിനായിട്ട് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ ഈ ഒരു രീതിയിൽ കമ്പോണൻസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി റീജിയനിലൊക്കെ ഈ ഒരു സെറ്റപ്പാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മോണോക്രോമാറ്റിക് സോഴ്സാണ്. മോണോക്രോമാറ്റിക് സോഴ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ ക്രോമ അല്ലേ, ഒരൊറ്റ കളറുള്ള. ഇറ്റ് ക്യാൻ ബി ഈതർ റെഡ് ലൈറ്റ് ഓർ യെല്ലോ ലൈറ്റ് ഓർ ബ്ലൂ ലൈറ്റ് ഓർ വാട്ട് എവർ ഗ്രീൻ ലൈറ്റ്, ഏതൊരു ലൈറ്റാണോ നമുക്ക് നമ്മളുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള. നിങ്ങൾ സോഡിയം വേപ്പർ ലാമ്പ് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അവിടെ നമുക്ക് ഒരു സിംഗിൾ ലൈറ്റേ അവിടെ ആവശ്യമുള്ളൂ. സോഡിയം വേപ്പർ ലാമ്പ് ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കളർ മാത്രം, യെല്ലോയിഷ് കളർ മാത്രം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സോഡിയം വേപ്പർ ലാമ്പ് യൂസ് ചെയ്തു. ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് അഗെയിൻ നിങ്ങൾക്ക് റെഡ് ലേസർ ലൈറ്റോ റെഡ് LED-യോ ഗ്രീൻ LED-യോ വാട്ട് എവർ യു ക്യാൻ യൂസ് ഇറ്റ്. ഈ മോണോക്രോമാറ്റിക് സോഴ്സ് നമ്മൾ സാമ്പിളിലോട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, സാമ്പിൾ എന്തും ആവാം. അത് പിന്നെ മോഡുലേറ്ററിലോട്ട് പാസ് ചെയ്യുന്നു. മോഡുലേറ്റർ ടു ഡിറ്റക്ടർ ഇറ്റ് ക്യാൻ ബി എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമ്മൾ ഡിറ്റക്ടർ ഒരു യൂണിറ്റ് ആയിരിക്കും ഡിറ്റക്റ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്.
ഈ ഡിറ്റക്റ്റിംഗ് യൂണിറ്റിൻ്റെ കേബിൾ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡാറ്റ ഇൻ എക്സൽ ഫോർമാറ്റിലൊക്കെ ആയിരിക്കും കിട്ടുക. അത് പിന്നെ നമ്മൾ വേറെ ടൂൾസൊക്കെ വെച്ച് കൺവേർട്ട് ചെയ്ത് ഗ്രാഫൊക്കെ വരച്ച് സ്റ്റാൻഡേർഡ് ഡാറ്റാസ് വെച്ച് പഠിച്ചാൽ നമുക്ക് എന്താണ്, നമ്മൾ ഏതൊരു എക്സ്പെരിമെൻ്റ് ആണോ ചെയ്തത്, അപ്പം നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് ഒരു പർട്ടിക്കുലർ ക്യാവിറ്റിയിൽ ഞാൻ കൊടുത്തിട്ട് എന്നോട് അളവ് എനിക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ ദാറ്റ് വേ. എന്നിട്ട് ഞാൻ എത്ര അളവ് കൊടുത്തത് ആ ഒരു ഗ്യാസ് സിലിണ്ടറിന് ഞാൻ പാസ് ചെയ്യുമ്പോൾ അതിനൊരു കമ്പോസിഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ 1000 parts per million ഓഫ് നൈട്രജൻ ഓക്സൈഡ് കമ്പോണൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂവും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ വാല്യൂവും കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്കിമാറ്റിക് സ്കെച്ച് ഓഫ് എമിഷൻ സ്പെക്ട്രോമീറ്ററിനെ കുറിച്ചിട്ടാണ്. ഹിയർ നമ്മൾ തെർമൽ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എക്സൈറ്റേഷൻ വഴിയാണ്, അജിറ്റേഷൻ കൊടുത്തിട്ടാണ് നമ്മളുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് തെർമൽ എക്സൈറ്റേഷൻ. സേ ഇറ്റ് ഈസ് പാസ് ടു ദ മോഡുലേറ്റർ. Modulator, as we have said, in some types of spectroscopy, in order to work properly, നമ്മളുടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് സോഴ്സ് ഷുഡ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. എന്നിട്ടത് നമ്മുടെ സാമ്പിളിലോട്ട് പോകുന്നു, എന്നിട്ടത് അനലൈസറിലോട്ട് പോകുന്നു. ഇറ്റ് ദെൻ കംസ് ടു ഡിറ്റക്ടർ വിത്ത് സം കേബിൾ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു കമ്പ്യൂട്ടർ. ഓക്കെ, പിന്നെ നമ്മൾ യു യൂസ് ദിസ് ടൈപ്പ് ഓഫ് arrangement for your emission spectrometer. Emission spectrometer ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് ഡിസ്കസ്ഡ് എന്താ ഇപ്പം പറഞ്ഞത്, ബേസിക് എലമെൻറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിൽ 2 ടൈപ്സ് ഓഫ് സ്പെക്ട്രോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററും എമിഷൻ സ്പെക്ട്രോമീറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബേസിക്കലി 2 അബ്സോർപ്ഷൻ ബ്ലോക്ക് ഡയഗ്രം, ഒരു എമിഷൻ ബ്ലോക്ക് ഡയഗ്രം. അബ്സോർപ്ഷൻ ബ്ലോക്ക് ഡയഗ്രം ഫസ്റ്റ് വൺ ഇൻഫ്രാറെഡ്, വിസിബിൾ ആൻഡ് അൾട്രാ വയലറ്റിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ബ്ലോക്ക് ഡയഗ്രം 2 മെയിനായിട്ട് മൈക്രോവേവ് അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി റീജിയനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എമിഷൻ സ്പെക്ട്രോമീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. So with that we will wind up. Thank you.